ഇപ്പോൾ കുറുവ സംഘത്തെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിയുടെ വാർത്താ സമ്മേളനം നടന്നിരുന്നു. ആ സംഘത്തിൽപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഇവരാണ് ആ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സന്തോഷ് സെൽവം, മണികണ്ഠൻ എന്നീ രണ്ട് ആളുകളെയാണ് പിടികൂടിയത്. അതിൽ മണികണ്ഠൻ്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്. പക്ഷേ സന്തോഷ് സെൽവം കുറുവ സംഘത്തിൽപ്പെട്ട ആളാണ്. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘമാണ് എന്നത് ഡിവൈഎസ്പി നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സംഘത്തിൽ വലിയ ഒരു ആൾബലമുള്ള സംഘമാണ്. 10-14 പേർ അടങ്ങുന്ന സംഘമാണ് ഇവരുടേത് എന്ന് പറയുന്നു. ഇയാൾ ഇതിനോടകം തന്നെ 10-30 കേസുകളിൽ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സന്തോഷ് സെൽവം എന്ന വ്യക്തി. ഇയാൾ കുറേ മോഷണം നടത്തിയിട്ടുണ്ട് എന്നത് പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. ഇവരുടെ കൂടാരത്തിൽ പോലീസ് പരിശോധന നടത്തി. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇപ്പോൾ സന്തോഷ് സെൽവത്തിനെയാണെന്ന് തോന്നുന്നു ഈ ദൃശ്യത്തിൽ കണ്ടത്. മണികണ്ഠന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്, ഈ സംഘത്തിൽപ്പെട്ടതാണോ എന്നത്. ഏതായാലും സന്തോഷ് സെൽവം കുറുവ സംഘത്തിൽപ്പെട്ടതാണോ എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ മോഷണത്തിന്റെ ചുരുൾ അഴിയും എന്ന് കരുതാമോ? അനുജ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഈ സന്തോഷ് ശെൽവമാണ്. ഇയാൾ തിരുച്ചിറപ്പള്ളി സ്വദേശിയാണ്. 25 വയസ്സ് മാത്രമാണ് പ്രായം. 14 അംഗ ഈ കുറുവ സംഘത്തിലെ പ്രധാനിയാണ് ഈ 25 വയസ്സുകാരൻ സന്തോഷ് ശെൽവം എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതിനോടകം തന്നെ ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി, പുന്നപ്രയിൽ അടക്കം നടത്തിയ മോഷണങ്ങളിൽ പിടിയിലായിട്ടുള്ള ഈ കുറുവ സംഘ അംഗം എന്ന് ഉറപ്പാകുന്ന അത് അങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ച പ്രതിയാണ് ഈ സന്തോഷ് ശെൽവം. ഇയാളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത്. ഇയാൾ ഇന്ന് പുലർച്ചെ പോലീസ് ഒരു ട്രയൽ തെളിവെടുപ്പ് നടത്തി. അതായത് ഇയാൾ സാധാരണ മോഷണത്തിന് വരുന്ന രീതിയിൽ, അതായത് മുഖത്ത് തുണി അണിഞ്ഞ് അർദ്ധനഗ്നനായി ഇയാൾ മോഷണം നടത്തിയ ആ രീതിയിൽ പോലീസ് ഇയാളെ ട്രയൽ നടത്തി. അങ്ങനെ ട്രയൽ നടത്തിയ ശേഷം ഒരു CCTV ക്യാമറയിൽ എങ്ങനെയാണ് ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് എന്ന് നോക്കി. അങ്ങനെ അന്ന് മോഷണം നടന്ന ദിവസം പതിഞ്ഞ ദൃശ്യങ്ങളും ഇയാളെ ഇന്ന് പുലർച്ചെ, അതായത് വെയിൽ വീഴുന്നതിന് മുൻപ് നടത്തിയ ഒരു ട്രയലിൽ ഇയാളെ ആ രീതിയിൽ വേഷമണിഞ്ഞു കൊണ്ടുവരുമ്പോൾ അങ്ങനെ തന്നെ കാണുന്നുണ്ടോ എന്നത് കൂടി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ സന്തോഷ് ശെൽവത്തിന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ട്. ഇയാൾ 30ഓളം കേസുകളിൽ പ്രതിയാണ്. ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്, അയാൾ 30ഓളം കേസുകളിൽ പ്രതിയാണെന്ന് അയാൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. തിരുച്ചിറപ്പള്ളി സ്വദേശിയാണ് ഇയാൾക്കെതിരെ 3 മാസം മുൻപ് പാലായിൽ ഒരു മോഷണ കേസിൽ നിന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന ആളാണ്. പാലായിൽ കോട്ടയത്ത് പള്ളിക്കത്തോടിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. 30ഓളം കേസുകളുണ്ട്. അങ്ങനെ മോഷണം കുലത്തൊഴിലാക്കിയ ആളാണ് ഇയാൾ. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ആലപ്പുഴ കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഈ മത്സ്യബന്ധനം നടത്തുന്ന ചില ആളുകൾക്കൊപ്പം താമസിച്ചത്. ഇയാളുടെ ഭാര്യയും അമ്മയും കുട്ടിയും ഇന്നിവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തി ചില നാടകീയ സംഭവങ്ങൾ നടന്നിരുന്നു. അതായത് തങ്ങളുടെ ഭർത്താവിനെ മനഃപൂർവ്വമായ കേസിൽ കുടുക്കാനാണെന്ന്. പക്ഷെ അതൊക്കെ ഒരു വൈകാരികമായ ഒരു പ്രകടനം മാത്രമാണ്. അത് പോലീസിനെ സമ്മർദ്ദം ചെലുത്തുക എന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങൾ എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം കൃത്യമായ തെളിവുകളാണ് പോലീസ് ഇപ്പോൾ നിരത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ നെഞ്ചിൽ അടിച്ച പച്ച കുത്തിയ ടാറ്റു ആണ്. ഭാര്യയുടെ പേര് ജ്യോതി എന്നാണ്. ജ്യോതി എന്ന പേര് ഈ സന്തോഷ് ശെൽവം തന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരുന്നു. ഈ പച്ച കുത്തിയത് പല സമയങ്ങളിലും ഈ മോഷണം നടന്ന സ്ഥലത്തെ വീട്ടമ്മമാർ, അവിടെ ദൃക്സാക്ഷികളായ ആളുകളൊക്കെ തന്നെ മുഖം കണ്ടില്ലെങ്കിൽ കൂടി ഈ നെഞ്ചിൽ പച്ച കുത്തിയ ഭാഗം കണ്ടിരുന്നു. അങ്ങനെ ഈ പച്ച കുത്തിയതുമായി ബന്ധപ്പെട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇങ്ങനെ പച്ച കുത്തിയതും ഇയാളുടെ ഈ ശരീരഭാഷ അടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയപ്പോഴാണ് ഈ സന്തോഷ് ശെൽവത്തെ പറ്റിയുള്ള കാര്യം തമിഴ്നാട്ട് തിരുച്ചിറപ്പള്ളിയിലെ പോലീസ് അറിയിക്കുന്നതും. ഇയാളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമ്പോഴാണ് ഇയാൾ ഈ എറണാകുളം ഭാഗത്ത് ഈ കുണ്ടന്നൂർ സമീപം ഇയാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇയാൾ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ മോഷണത്തിനെത്തിയത് ട്രെയിൻ മാർഗമാണ്. ട്രെയിൻ മാർഗം രാത്രികാലങ്ങളിൽ ആലപ്പുഴയിലേക്ക് എത്തി പിന്നീട് ബസ് മാർഗമോ നടന്നോ ഒക്കെ തന്നെ ഇവിടെ എത്തി. ഇവിടെ വന്ന ശേഷം വേഷം മാറി മോഷണം നടത്തി പിന്നീട് മടങ്ങിപ്പോകുന്നതാണ് രീതി. ഇവരുടെ കുണ്ടന്നൂരിലെ ഇവർ താമസിച്ച സ്ഥലത്തെ ഇവരുടെ ആ കൂടാരത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ എന്ന് കരുതുന്ന ചില ഉരുപ്പടികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കി, അത് പീസ് ആക്കിയ നിലയിലാണ്. അതെന്തിനാണ് അങ്ങനെ ആക്കിയതെന്ന കാര്യമല്ല. ഒരു പക്ഷേ അത് യഥാർത്ഥ ഈ സ്വർണത്തിന്റെ ഉടമ അത് തിരിച്ചറിയാതിരിക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ ആ രീതിയിൽ മാറ്റിമറിക്കാനോ ഒക്കെ തന്നെ പ്രതികളുടെ ആസൂത്രിതമായ ബുദ്ധിപരമായ നീക്കമായിരിക്കും. അത് സ്വർണ്ണമാണോ എന്ന് കൂടി പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള 7 പോലീസ് സംഘമാണ്. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇന്നലെ ഈ പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത്. പോലീസിന് ഒരു പക്ഷേ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം പ്രതി അവിടെ നിന്നും വിലങ്ങ് വെച്ച കൈയോടുകൂടി അർദ്ധനഗ്നനായി പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട
ശ്രദ്ധയിൽപ്പെട്ടപ്പോഴൊക്കെ തന്നെ 3-3.5 മണിക്കൂർ നടത്തിയ തിരച്ചിലിനൊടുവിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതി എന്നാണെങ്കിലും അസാമാന്യ കഴിവുള്ള ഈ മോഷണത്തിൽ അതിവൈദഗ്ധ്യമുള്ള ആളാണ്. 30ഓളം കേസുകളുണ്ട്. 25 വയസ്സ് മാത്രമാണ് പ്രായം. തിരുച്ചിറപ്പള്ളി സ്വദേശിയാണ്. വർഷങ്ങളായി കേരളത്തിലുണ്ട്. കേരളത്തിൽ തന്നെ പാലായിലും പള്ളിക്കത്തോടും ഇപ്പോൾ ആലപ്പുഴയിലും ഒക്കെ തന്നെ കേസുകളായി. ഇനി ആലപ്പുഴയിൽ നടന്ന മറ്റ് കേസുകളിൽ ഈ 14 സംഘത്തിലുള്ള ആളുകളാണ് ഉള്ളത്. അവർ പ്രായമായ ആളുകളുണ്ട്. അതായത് ഇവരുടെ സീനിയർ സംഘത്തിൽപ്പെട്ട കുറുവാ സംഘത്തിൽപ്പെട്ടവരാണ് അവർ. അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിലിപ്പോൾ ഈ സംഘത്തിലെ ഒരാൾ പിടിയിലായ സ്ഥിതിക്ക് മനീഷ്, മറ്റുള്ളവരെ കുറിച്ചൊക്കെയുള്ള സൂചനകൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതാമല്ലേ? ഉറപ്പായും. കാരണം ഈ ഒരു സംഘത്തെ പറ്റി പോലീസിന് ഇനി വളരെ വേഗത്തിൽ അവരിലേക്ക് എത്താൻ സാധിക്കും. 14 അംഗ സംഘമുണ്ടെന്ന് പറയുമ്പോൾ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ കൂടുതൽ വിശദാംശം ലഭ്യമാകുമെന്ന് കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘ അംഗങ്ങൾ തമ്മിൽ ചില തർക്കങ്ങൾ മോഷണത്തിനിടയിൽ ഉണ്ടായത് കൂടി പോലീസിന് സഹായകരമായി. അതായത് ഇത് വീതം വെപ്പുമായി സംബന്ധിച്ച ചില തർക്കങ്ങൾ ഈ മോഷണം നടത്തിയ ആളുകൾ തമ്മിൽ ഉണ്ടായി. അങ്ങനെ ചില കാര്യങ്ങളിൽ നിന്ന് പോലീസിന് ചില തെളിവുകൾ ലഭിച്ചതും കേസിൽ നിർണായകമായിട്ടുണ്ട്. എന്താണെങ്കിലും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് നാട്ടുകാർ ഏറെ പേർ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ നാട്ടിനെ ഉറക്കം കെടുത്തിയ ആളുകളാണ്, മോഷ്ടാക്കളാണ്. ഏറെ ദിവസമായി ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഉറങ്ങിയിട്ട്, അതായത് രാത്രികാലങ്ങളിൽ ഒരു സ്വസ്ഥതയില്ല. പല വീടുകളിലും മോഷണം നടക്കുന്നു, മോഷണ ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ മണ്ണഞ്ചേരിയിലെ ആളുകൾക്ക് ഈ പ്രതികളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രതിയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ഇപ്പൊ കണ്ടില്ലേ? ഇല്ല. പ്രതിയെ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പൊ അനുജ, അങ്ങനെ പ്രതിയെ ഇനിയിപ്പോൾ അടുത്ത നടപടി അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ തെളിവെടുപ്പും മറ്റ് തെളിവ് ശേഖരണമൊക്കെ തന്നെ അടുത്ത ദിവസമായിരിക്കും പോലീസ് നടത്തുക. അനുജ, അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ സന്തോഷ് സെൽവമാണ്. ആ സന്തോഷ് സെൽവത്തിനെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇയാൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി മോഷണം നടത്തിക്കൊണ്ടിരുന്നയാളാണ്. 30 കേസുകൾ ഇയാളുടെ പേരിൽ ഇതിനോടകം തന്നെ ഉണ്ട്. അയാളെ അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു.